LSS USS പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കുള്ള മുൻകരുതലുകളും തയ്യാറെടുപ്പുകളുമാണ് ഈ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പരീക്ഷ ഹാളിൽ കരുതേണ്ട കുറച്ച് സാമഗ്രികളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഹാൾ ടിക്കറ്റ് നിർബന്ധമായും കയ്യിൽ കരുതണം. അതുപോലെ തന്നെ റൈറ്റിംഗ് ബോർഡ്, ബോൾ പേന, പെൻസിൽ തുടങ്ങിയവ ഹാളിലേക്ക് കൊണ്ടുപോകാം. ഇനി കയ്യിൽ ആവശ്യക്കാർക്ക് വെള്ളവും കരുതാം. അപ്പോൾ ഇതൊക്കെ ഹാളിലേക്ക് അനുവദീയമാണ്. ഹാൾ ടിക്കറ്റ് എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും കൊണ്ടുപോവുക. LSS എഴുതുന്നവർക്ക് ഹാൾ ടിക്കറ്റിലെ രജിസ്റ്റർ നമ്പർ ചോദ്യ ബുക്ക്ലെറ്റിൻ്റെ 1-ാം പേജിൽ അക്കത്തിലും അക്ഷരത്തിലും രേഖപ്പെടുത്തണം. ഉദാഹരണം 683429 എന്ന രജിസ്റ്റർ നമ്പർ താഴെ കൊടുത്തിരിക്കുന്ന വിധം രേഖപ്പെടുത്തുക. അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് രജിസ്റ്റർ നമ്പർ എങ്ങനെ എഴുതേണ്ടതെന്ന്. ആ ഒരു രൂപത്തിലായിരിക്കണം നമ്മൾ ചോദ്യപേപ്പറിൽ രജിസ്റ്റർ നമ്പർ രേഖപ്പെടുത്തേണ്ടത്. ഇനി LSSൻ്റെ സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാം. പ്രതിവർഷം 1000 രൂപ വീതം 5-ാം ക്ലാസ് മുതൽ തുടർച്ചയായി 3 വർഷം സ്കോളർഷിപ്പ് ലഭിക്കും. പ്രതീക്ഷിച്ച മാർക്ക് ലഭിക്കാതെ വന്നാൽ പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാം. നമുക്ക് റീവാലുവേഷന് കൊടുക്കാം. പരീക്ഷാഫലം പ്രഖ്യാപിച്ച് 7 ദിവസത്തിനകം ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ രജിസ്റ്റർ ചെയ്യുമ്പോൾ ലഭിക്കുന്ന പ്രിൻ്റ് ഔട്ടും പേപ്പർ 1-ന് 100 രൂപ നിരക്കിൽ ഫീസും സഹിതം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് അപേക്ഷ സമർപ്പിക്കണം. പുനർമൂല്യനിർണ്ണയ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്കോളർഷിപ്പ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തുക തിരികെ ലഭിക്കും. LSSന് വിജയിക്കാനുള്ള സ്കോറാണ് നോക്കുന്നത്. 48 സ്കോറാണ് വിജയിക്കാൻ ആവശ്യം. LSS 2 പേപ്പറിനും കൂടി ആകെ 80 സ്കോറാണുള്ളത്. 60% നമുക്ക് ലഭിക്കുകയാണെങ്കിൽ സ്കോളർഷിപ്പിന് അർഹത നേടാം. ഓരോ പേപ്പറിനും മിനിമം മാർക്ക് നിഷ്കർഷിച്ചിട്ടില്ല. ഇനി പേപ്പറിൻ്റെ കാര്യം നോക്കാം. മലയാളം, ഇംഗ്ലീഷ് മീഡിയം ചോദ്യങ്ങൾ ഒറ്റ പേപ്പറിൽ തന്നെയാണ് ഉണ്ടാവുക. LSS 1-ാം പേപ്പറിലെ പാർട്ട് എയും പാർട്ട് ബിയും എല്ലാ പരീക്ഷാർത്ഥികളും ഉത്തരം എഴുതണം. എന്നാൽ പാർട്ട് സി പൊതുവിജ്ഞാനം ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികളായി തൊട്ടടുത്ത പേജിൽ ഇംഗ്ലീഷിലും ചേർത്തിട്ടുണ്ട്. അതുപോലെ പേപ്പർ 2-ലെ പാർട്ട് എ പരിസര പഠനം, പാർട്ട് ബി ഗണിതം എന്നിവയിലെ ചോദ്യങ്ങൾ മലയാളം, ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ വെവ്വേറെ പേജുകളിൽ ചേർത്തിട്ടുണ്ട്. ഓരോ ചോദ്യത്തിനും തൊട്ടുതാഴെ ഉത്തരം എഴുതാനുള്ള സ്ഥലം നൽകിയിരിക്കും. ഗണിതത്തിന് റഫ് വർക്ക് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടായിരിക്കും. USS എഴുതുന്നവർക്കുള്ളതാണ്. ചോദ്യങ്ങളെല്ലാം ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് മാതൃകയിലായിരിക്കും. ചോദ്യ ബുക്ക്ലെറ്റിനൊപ്പം ലഭിക്കുന്ന OMR ഷീറ്റിലാണ് ഉത്തരങ്ങൾ രേഖപ്പെടുത്തേണ്ടത്. OMR ഷീറ്റിൽ അടയാളപ്പെടുത്തിയ ഉത്തരങ്ങൾ വൈറ്റ്നറോ മറ്റേതെങ്കിലും ഫ്ലൂയിഡോ ഉപയോഗിച്ച് മായ്ക്കാൻ അനുവദിക്കില്ല. ഒരിക്കൽ ഉത്തരങ്ങൾ രേഖപ്പെടുത്തിയാൽ അത് അന്തിമമായിരിക്കും. ഇനി ഉത്തരങ്ങൾ OMR ഷീറ്റിൽ രേഖപ്പെടുത്തുന്ന വിധം. OMR ഷീറ്റിലെ ചോദ്യ നമ്പറിന് നേരെയുള്ള ABCD വൃത്തങ്ങളിൽ ശരി ഉത്തരത്തെ പ്രതിനിധീകരിക്കുന്ന വൃത്തം ബോൾ പോയിൻ്റ് പേന കറുപ്പ് അല്ലെങ്കിൽ നീല കൊണ്ട് പൂർണ്ണമായും കറുപ്പിക്കുക. ഉദാഹരണമായി 48-ാം ചോദ്യത്തിൻ്റെ ഉത്തരം C ആണെങ്കിൽ ആ ഉത്തരം രേഖപ്പെടുത്തേണ്ടത് ഇങ്ങനെയായിരിക്കണം. അത് തന്നിട്ടുണ്ട്. ആ ഒരു രൂപത്തിലായിരിക്കണം അത് രൂപപ്പെടുത്തേണ്ടത്. ഒന്നിൽ കൂടുതൽ വൃത്തങ്ങൾ കറുപ്പിച്ചാൽ ഉത്തരം തെറ്റായി പരിഗണിക്കും. അപ്പോൾ എയും സിയും എയും ബി അങ്ങനെ ഒന്നിൽ കൂടുതൽ കറുപ്പിക്കരുത്. ഏതെങ്കിലും ഒന്ന് കൃത്യമായി കറുപ്പിക്കണം. തെറ്റായി അങ്ങനെ ചെയ്താൽ പരിഗണിക്കും. OMR ഷീറ്റിൽ വെട്ടിത്തിരുത്തലുകൾ വരുത്താനോ മടക്കാനോ മറ്റെന്തെങ്കിലും എഴുതാനോ പാടില്ല. ഈ USSൻ്റെ സ്കോളർഷിപ്പിൻ്റെ കാര്യം നോക്കാം. 63 സ്കോർ കിട്ടുകയാണെങ്കിൽ നമുക്ക് സ്കോളർഷിപ്പിന് അർഹയാവാം. 2 പേപ്പറിനും കൂടി ആകെ 90 സ്കോറാണ്. ഇതിൽ 63 സ്കോർ 70% കൂടുതലോ ലഭിക്കുകയാണെങ്കിൽ സ്കോളർഷിപ്പിന് അർഹത നേടും. പ്രതിവർഷം 1500 രൂപ വീതം 8-ാം ക്ലാസ് മുതൽ തുടർച്ചയായി 3 വർഷം സ്കോളർഷിപ്പ് ലഭിക്കും. USSന് പുനർമൂല്യനിർണ്ണയം ഇല്ല. OMR വിലയിരുത്തലിന് ശേഷം വിദ്യാഭ്യാസ ജില്ല തിരിച്ച് പരീക്ഷാഭവൻ ഫലപ്രഖ്യാപനം നടത്തും. ഓരോ വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നും ഏറ്റവും കൂടുതൽ സ്കോർ നേടിയ